ആധികാരികതയുടെ അന്ത്യം എന്നുള്ളതാണ് ഈ കാലത്തെക്കുറിച്ച് പറയാവുന്നത്. കാരണം ഒരാൾ, ഒരു പാർട്ടി, അല്ലെങ്കിൽ ഒരു ബുദ്ധിജീവി, ഒരു മാധ്യമ സ്ഥാപനത്തിലെ ഒരു ആങ്കർ, ജനപ്രിയനായ ഒരു ആങ്കർ ഒരു കാര്യം പറയുന്നതോടുകൂടി അത് ആധികാരികമാകുന്നു എന്നത് കഴിഞ്ഞ കാലമാണ്. ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറയുന്നതാണ് ആധികാരികം. ഞാൻ ഒരു കൂട്ടർ മതേതര പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ അത് മതേതര പാർട്ടി. ഞാനൊരു കൂട്ടർ വർഗീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ അത് വർഗീയ പാർട്ടി. അതങ്ങോട്ട് വിശ്വസിച്ച് കൊള്ളണം, അല്ലെങ്കിൽ വിശ്വസിക്കും എന്ന് വിചാരിക്കുന്നത് കഴിഞ്ഞു പോയി. അതൊരു അന്ധവിശ്വാസമാണ്. ഈ അന്ധവിശ്വാസം പേറി നടക്കുന്ന ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകൾ. കാരണം അവർ ആധികാരികതയുടെ ആളുകളാണ്. നമുക്ക് പിണറായി വിജയൻ ഈ ഒരു പത്രസമ്മേളനത്തിൽ, ലോക്കൽ ബോഡി ഇലക്ഷൻ മുമ്പുള്ള പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു വാചകം ശ്രദ്ധിക്കണം. ജമാഅത്തെ ഇസ്ലാമികർ എന്നെ വന്ന് കണ്ടു, പക്ഷേ ഞങ്ങൾ അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. നമുക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തോ ഇല്ലയോ അത് വേറെ വിഷയം, വസ്തുതാപരം വേറെ വിഷയം. ഞങ്ങൾ അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല എന്നൊരാൾ പറയുമ്പോൾ അതെന്താണ്? അതിൻ്റെ സന്ദേശം എന്താണ്? ഒരാൾ ഗുഡാണോ ബാഡാണോ എന്ന് നിശ്ചയിക്കുന്ന ആധികാരിക രേഖ ആരാണ്? ഞാനാണ്, ഞങ്ങളുടെ പാർട്ടിയാണ്. അപ്പം ഞാൻ നിങ്ങളെ ഗുഡ് മാൻ അല്ലെങ്കിൽ ഗുഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗുഡ്, ഞാൻ നിങ്ങളെ ബാഡ് എന്ന് പറഞ്ഞാൽ. സോറ മംദാനിയുടെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ പേര് മെഹ്മൂദ് മംദാനി, കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ ലോകപ്രശസ്തമായൊരു പുസ്തകമുണ്ട്. അതിൻ്റെ പേര് ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം എന്നാണ്. ഈ ഗുഡും ബാഡുമാക്കി തരംതിരിച്ച് ആധികാരികതയുടെ ശബ്ദമായിട്ട് ആർക്കും നിൽക്കാൻ പറ്റില്ല. ഒരു പാർട്ടിക്കും നിൽക്കാൻ പറ്റില്ല, ഒരു സിദ്ധാന്തത്തിന് നിൽക്കാൻ പറ്റില്ല, ഒരു ന്യൂസ് ആങ്കർക്ക് നിൽക്കാൻ പറ്റില്ല, ഒരു ന്യൂസ് റൂമിനും നിൽക്കാൻ പറ്റില്ല. ഇത് മനുഷ്യർ ചലവില ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മൾട്ടിവേഴ്സാണ്. ഇത് ഈ ആധികാരികതയുള്ള പാർട്ടികൾ, കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന പാർട്ടികൾക്ക് ഇത് മനസ്സിലാവില്ല. അവർ വിചാരിക്കുന്നത് എന്താ അറിയോ? സർക്കുലർ അനുസരിച്ചാണ് മനുഷ്യർ ജീവിക്കുന്നതാണ്. സർക്കുലർ തിന്ന്, സർക്കുലർ കുടിച്ച്, സർക്കുലർ തലയിണാക്കി കിടക്കുന്ന ഒരു സ്പീഷീസ് അല്ല മനുഷ്യർ. അവർ ഒരുപാട് കാര്യങ്ങൾ ഈ മൾട്ടിവേഴ്സിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ ആ കാലം കഴിഞ്ഞു എന്ന് ആധികാരികമായ പാർട്ടികൾ, കേന്ദ്രീകൃത സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടികൾ ആദ്യം മനസ്സിലാക്കണം. പല ശബ്ദങ്ങൾ, പല ആശയങ്ങൾ, പല വിധത്തിൽ മനുഷ്യർ ചിന്തിക്കുകയും ആലോചിക്കുകയും ആ ചിന്തകളും ആലോചനകളും പരസ്പരം പങ്കുവെക്കുകയും അതിലൊരു ഇലക്ഷൻ സന്ദർഭം അതിലൊരു തീർപ്പിലെത്തുകയും അവരുടെ ഒരു ലോജിക്കൽ കൺക്ലൂഷനിലെത്തുകയും ചെയ്യുന്ന ഒരു കാലമാണ്. അവിടെ എല്ലാ ശബ്ദവും വാല്യൂ ചെയ്യപ്പെടുന്നതാണ്. പക്ഷേ CPM ഇവിടെ ചെയ്തെന്ന് വെച്ചാൽ മുസ്ലിം ശബ്ദം എന്നുള്ളത് അത് അപകടമാണ്, അത് തീവ്രവാദമാണ്, അത് വർഗീയതയാണ്, അത് പെഹൽഗാം ആക്രമണം പോലെയാണ്, അത് ഹിസ്ബുൾ മുജാഹിദീനാണ്, അത് IS ആണ്, അത് മതരാഷ്ട്രമാണ് എന്നൊക്കെയുള്ള ഈ പറയുന്ന പഴയ വിദ്യകൾ എടുത്തു നോക്കുകയാണ്. അപ്പോൾ അതിലൂടെ എന്താ സംഭവിച്ചാൽ, നിഷാദ് എന്നോട് ചോദിച്ച ചോദ്യം ഇതെങ്ങനെ ഫിക്സ് ചെയ്യുന്നുള്ളതാണ്. അത് ഫിക്സ് ചെയ്യാത്ര എളുപ്പമല്ല. കാരണം ഒരു വലിയ ഗ്യാപ്പ് രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, മലപ്പുറത്ത് മുഴുവൻ സീറ്റിലും ജില്ലാ പഞ്ചായത്തിൽ തോറ്റു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷമില്ലാതായി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. കേരളത്തിൽ ഏറ്റവും മനുഷ്യരുള്ള ജില്ലയാണ്, അത് മനസ്സിലാക്കണം. കേരളത്തിൽ ഏറ്റവും മനുഷ്യർ ജീവിക്കുന്ന ഇടമാണത്. അവിടെ പ്രതിപക്ഷം ഇല്ലാതെ, പ്രതിനിധികളില്ലാതെ ഈ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി നിൽക്കുകയാണ്. എന്നാൽ നിസ്സാരമായ ഗ്യാപ്പല്ല അത്. ആ ഗ്യാപ്പ് നികത്താൻ MB ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം സാധ്യമേ അല്ല. കാരണം അദ്ദേഹത്തിൻ്റെ തിങ്കിങ് പാറ്റേൺ എന്ന് പറയുന്നത് വേറൊരു സംഗതിയാണ്. അത് ഇപ്പോഴും സോവിയറ്റ് യൂണിയൻ തകരുകയില്ല, കാരണം മനുഷ്യൻ കുരങ്ങനിലേക്ക് തിരിച്ചു പോവില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നൊരു കാലമുണ്ടല്ലോ. ആ കാലത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ കാലം മാറിയിട്ടുണ്ട്, ഈ ലോകം മാറിയിട്ടുണ്ട്. ഞങ്ങളൊരു കൂട്ടരെ പൈശാചികവൽക്കരിച്ചാൽ നിങ്ങളെല്ലാവരും പൈശാചികവൽക്കരിച്ച് കൊള്ളണം എന്ന് നടക്കില്ല. പക്ഷേ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇവരൊരു കമ്മ്യൂണിറ്റിയെ പൈശാചികവൽക്കരിച്ച് കഴിഞ്ഞു. ഇനി അതെങ്ങനെയാണ് അവരുമായിട്ട് ഒരു റീകോൺസിലിയേഷൻ ഉണ്ടാക്കുക എന്നുള്ളത് അവരാണ് ആലോചിക്കേണ്ടത്. അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല.